ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ള മാനം പോയേനെ. എന്ത് പണി ചെയ്തിട്ടാണെങ്കിലും ശകുനെ ഞാൻ സ്വന്തമാക്കും, അതുറപ്പാ. ചൂലെങ്കിൽ ചൂല്. അയ്യോ, ഭാർഗവേട്ടൻ ചൂല് കീറുന്ന കാണാൻ എന്ത് രസാ. എനിക്കിഷ്ടായി. ആണാ? എങ്കിൽ ഞാൻ നിർത്തി, ഇനി ശകു ബാക്കി ചെയ്തോ. അയ്യോ അതല്ല, ഭാർഗവേട്ടൻ ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വെറും ചൂലുണ്ടാക്കാൻ മാത്രമല്ല, ഇതുപോലെ ഇഷ്ടം പോലെ കൈത്തൊഴിലുകളിലും സുകുമാര കലകളിലും ഞാൻ വളരെ എക്സ്പെർട്ടാണ് ശകു. ഭാർഗവേട്ടന് പറ്റിയ പണി ഇത് തന്നെയാ. ചൂല് കയറി കഴിയുമ്പം ഈ അരിയിലെ കല്ലും കൂടെ ഒന്ന് പറക്കി തരണേ. എന്താ അന്നമാണല്ലോ പ്രധാനം. ഇത് ചെയ്യുമ്പോഴേക്കും ഞാൻ വേറെ എന്തെങ്കിലും പണിയുണ്ടോ നോക്കിട്ടോ. പിന്നെ അരിയിലെ കല്ല് കളയുമ്പം അരി കളയാതെ നോക്കണം കേട്ടോ. എന്റെ പൊന്നു ശകു, നമുക്ക് ആദ്യം ഈ അരി അങ്ങ് കളയാം. ഇതില് മുഴുവൻ കല്ല. ഇത് എവിടെ നിന്ന് വാങ്ങിയ അരിയാ? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ് അരിയാ. പറഞ്ഞിട്ട് എന്താ കാര്യം? അരിയിലെ കല്ല് നമുക്ക് എങ്ങനെയും പെറുക്കി കളയാം. പക്ഷേ ഈ പാവം പട്ടാളക്കാരന്റെ മനസ്സിലെ കല്ല് ആര് പെറുക്കി കളയും? അതാണ് ഇത്ര വലിയ ആനക്കാര്യം. അത് ഈ ശകു ഏറ്റു. ശകു, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? സത്യം. അത് നമുക്ക് ഏതെങ്കിലും കരിങ്കിൽ കോറിക്കാരെ ഏൽപ്പിക്കാം. ഭാർഗവേട്ടൻ തൽക്കാലം ഈ അരിയിലെ കല്ല് പറക്കാൻ നോക്കും. അമ്മോട്ടൊന്ന് പഞ്ചാരടിക്കാനും വല്ലതും തരണേ അമ്മാ, വിശന്നിട്ട് വയ്യമ്മ. വല്ലതും തരണേ, വിശന്നിട്ട് വയ്യമ്മ. അമ്മാ വിശന്നിട്ട് വയ്യമ്മ, വല്ലതും തരണേ. നേരം വെളുക്കുമ്പോ കേറി വന്നോളൂ നാശം. ഇവിടെ പിച്ചം കിച്ചൊന്നുമില്ല, പോയേ. പിച്ചക്കാരനെങ്കിൽ പിച്ചക്കാരൻ, ഇവനെ വെച്ച് ഷൈൻ ചെയ്യും. ഇടപാടാണ്. എന്താ പറഞ്ഞോട്ടെ പിച്ചക്കാരാ? 100 രൂപയുണ്ട്. ചുമ്മാ ഇരിശകു. പിന്നെ നിങ്ങളെപ്പോലുള്ള നിരാലംബരോട് വളരെയധികം കരുണ കാട്ടുന്ന ഒരു ധീര ജവാനാണ്. മനസ്സിലായോ? 100 കോടി പുണ്യം കിട്ടും. പോട്ടെ ശകു, 100 രൂപ പോയാലെന്താ, ഒരു പുണ്യ പ്രവൃത്തിയായില്ലേ? നിനക്ക് ഇതിനു മുമ്പ് ഇത്രയും രൂപ ആരെങ്കിലും തന്നിട്ടുണ്ടോ? ചില തെണ്ടികൾ ഇതുപോലെ വല്ലപ്പോഴും 10-100 ഒക്കെ തരും. ബാക്കി എല്ലാ തെണ്ടികളും കണക്കാ സാറേ. ഞാൻ തന്നെ ഈ 100 രൂപ കൊണ്ട് നീ സിനിമ കാണാൻ പോവോ, സിഗരറ്റ് വലിക്കോ, കള്ളു കുടിക്കോ ഒന്നും ചെയ്യരുത്. സൂക്ഷിച്ചു വച്ചോണം. ഞാൻ അഡ്വാൻസ് ഉണ്ടാക്കിയ കാശ എന്റെ സൗകര്യം പോലെ ചെയ്യും. 100 പിച്ചക്കാശ എന്നേരത്തും പ്രസംഗിക്കണോ? ഭാർഗവേട്ടൻ ചെയ്ത പുണ്യപ്രവൃത്തി ഏതായാലും നന്നായിട്ടുണ്ട്. കറണ്ട് ചാർജ് റോക്കറ്റ് പോലെ കയറുന്നു, ഒരെണ്ണത്തിന് ഉത്തരവാദിത്തം ഇല്ല. അതിവിടെ പറഞ്ഞതാ. ചെറുക്കന്റെ കല്യാണം ഉറപ്പിച്ചെന്നേ. പെണ്ണങ്ങ് ദുബായില് നേഴ്സാ. 5 ലക്ഷം രൂപ തരാന്ന് അവര് പറഞ്ഞിരിക്കുന്നേ. അത് കിട്ടിയിട്ട് വേണം ഈ വീടൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട്. അതെ 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 അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ വിളിച്ചോളാം. ശരി എന്നാ. അയ്യോ ദേ അച്ഛൻ. എന്ത് പ്രശ്നമുണ്ടല്ലോ, നീ ധൈര്യമായിട്ടിരുന്നു. അച്ഛൻ ചോട്ടി പുറത്താക്കോ? അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. കേറി വാ. അയ്യോ നിക്കി നിക്കി നിക്കി, എങ്ങോട്ടായി ഇടിച്ച് കേറുന്നത്? ആർക്കെ? ഇതേതേ പെങ്കൊച്ച്? ഇതെന്റെ ഭാര്യ ഗോമതി. നിന്റെ ഭാര്യ ഗോമതിയോ? സ്വന്തം തന്തയായ ഞാൻ അറിയാതെ നിനക്കൊരു ഭാര്യയോ? അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരില്ലേ? പിന്നെ മക്കൾക്ക് മാപ്പ് തരാനുള്ള അച്ഛനും അമ്മയും. അച്ഛൻ മാപ്പ് തരില്ലേ? എനിക്ക് ഞാൻ കോപ്പ് തരും. ഈ പെണ്ണിനെ കൊണ്ട് ഈ വീടിന്റെ പടി കയറാൻ ഞാൻ സമ്മതിക്കുകയല്ല. ഇതെന്റെ വീടാണെങ്കിൽ ഞാനും എന്റെ ഭാര്യ ഇവിടെ താമസിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒന്നും നടക്കുകയല്ല മോനെ. ഇറങ്ങണ പുറത്ത്. പുറത്തിറക്കി വിട്ടാ ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് എവിടെ പോയി താമസിക്കും? നീ ഇതിനെ എവിടുന്നാ വലിച്ചോണ്ട് വന്നേ അവിടെ കൊണ്ട് ഇറക്കുക, അല്ലാതെ എനിക്കൊന്നും അറിയേല. ഇറങ്ങി പോടാ അവിടുന്ന്. എന്റെ പൊന്നി ചേട്ടാ ഒന്നുമില്ല, ഇങ്ങി വാ പറഞ്ഞുതരാം. ദേ ഈ നിൽക്കുന്നവനെ എന്റെ മോനാ. 5 ലക്ഷം രൂപ ശ്രീധനം പറഞ്ഞു ദുബായിലുള്ള ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവന്റെ കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുക. അന്നേരമാണ് ഇവൻ രജിസ്റ്റർ ചെയ്തൊരു പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പറഞ്ഞു വെച്ച എല്ലാം പോയില്ലേ? ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഇഷ്ടം നമ്മൾ നോക്കണ്ടേ? അവൻ കല്യാണത്തിന്റെ തലേദിവസം ഈ പെണ്ണുമായിട്ട് ഒളിച്ചോടുവായിരുന്നെങ്കിലോ? അതെ, ഞാൻ വളരെ മാന്യമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്ത് മാന്യമായിട്ട് തന്നെ വീട്ടിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ ഇതിന്റെ അകത്ത് കയറ്റാൻ ഞാൻ സമ്മതിക്കല്ല. ഇറങ്ങണ പുറത്ത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ചേട്ടൻ സമാധാനിക്കും. എങ്ങനെ സമാധാനിക്കാനാണോ? എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ല.
ആ ഇനി മക്കള് അച്ഛൻ സന്തോഷത്തോടെ ഞങ്ങൾ അകത്തോട്ട് പോ. അനുഗ്രഹിക്കണം. ഓടി അങ്ങോട്ട്. അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ വിഷം കഴിച്ച മതി. പോയി മരിക്കണ എങ്ങനെയാണ് മരിക്കല്ലേ? ദേഷ്യപ്പെടാതെ അനുഗ്രഹിക്കുകയാ. ഞാൻ കൊടുക്കില്ല. അനുഗ്രഹിക്കാം അങ്ങോട്ട്. ഇത് എന്റെ കൈയല്ല. ആ രണ്ടുപേരും അകത്തോട്ട് പോ. ആ അങ്ങനെ വലിയൊരു ഭാരം തലേന്ന് പോയി. ഓ അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ആ. ഇത് എന്റെ വീടാണോ അതോ ചേട്ടന്റെ വീടാണോ? അല്ല ചേട്ടൻ ഏതാ? ഇതിനു മുമ്പ് ഏരിയയിലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഇപ്പൊ ഒരു പെൺകുട്ടി വീട്ടിലോട്ട് കേറിപ്പോയോ? ആ. അവളുടെ അപ്പനാ ഞാൻ. ഏ? അയ്യോ! അങ്ങോട്ട് വരാൻ മോളെ! അങ്ങോട്ട് വേണം പോടാ, ഇങ്ങോട്ട് പോടാ. അയ്യോ പോടാ, മയക്കി. നാലാമരുന്ന് പറഞ്ഞേ. ആഹാ, ബാക്കി നിനക്ക് ഞാൻ തരാടാ. ഹ്, വേണേ ഉണങ്ങുള്ളി. കാർന്നോമാര് പ്രായമായി കഴിഞ്ഞ തന്തമാര് പറയുന്ന ഒന്നും മക്കൾ കേക്കിയല്ല. എന്ത് ചെയ്യാനാ, എല്ലാം വളർന്നു വലുതായി പോയില്ലേ. അയ്യോ അയ്യോ തന്നെ. ഞാൻ കാണിച്ചു തരാം. എന്നെ പറ്റിയുടെ മോനെ. അച്ഛാ, ആ. കൊടംപുളിയും വെളുത്തുള്ളിയും ഒരിക്കലും ഒരുമിച്ച് ഉണക്കാൻ വെക്കല്ല അച്ഛാ. ഏ? ഇല്ല ഛെ, ഇവിടെ ഇതിലും ഇല്ല. എവിടെ ഇത് മാർക്ക്? ആ കിട്ടി. 1 2 3 4 5 5 ഉലുവ. ഇനി ഒരു പെഗ് അടിക്കണമെങ്കിൽ 40 രൂപ കൂടി വേണം. ഓമനെ ഓമനെ ഓമനെ, ഇവളിത് എവിടെ പോയി കിടക്കുക? ഓമനെ, ആ എടി ഓമനെ, ഓമനെ. എടി പൈസ ഉണ്ടെങ്കിൽ ഒരു 50 രൂപ തന്നെ. ഒരു പെഗ് അടിക്കാണ്ട് കയ്യും കാലും വിറക്കണ്. നിങ്ങൾക്ക് കള്ളോടിക്കാഞ്ഞിട്ടാ വരക്കുന്നേ, എനിക്ക് കലി വന്നിട്ടാ വരക്കുന്നേ. നീ എന്നോട് ഇത് തന്നെ പറയണോടി. നിങ്ങൾക്ക് കള്ളോടിക്കാഞ്ഞിട്ട് പിന്നെ ചൊവ്വാഴ്ച പാണ്ടി വരും. ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കും കാശ്? നിന്റെ അപ്പൻ ഒരാളുണ്ടല്ലോ, 2 കയ്യും കാലും തളർന്നു കിടക്കണ ഒരു കിളവൻ. എടി അങ്ങേർക്ക് വല്ല റോഡ് പണിക്കോ വാർക്ക പണിക്കോ പോയിട്ട് എനിക്ക് വല്ല 10-50 രൂപ കൊണ്ട് തന്ന അങ്ങേർക്ക് എന്താ കഴിക്കൂ? ഞാൻ പോയിട്ട് പറ്റേടി, കാണിച്ചു തരാം. മോശം പിടിക്കാനായിട്ട് എന്റെ ദൈവമേ, ഇന്ന് ആ ചൊവ്വാഴ്ച പാണ്ടി വരുമ്പോ ഞാൻ എന്തോ പെണ്ണാക്കെടുത്ത് കൊടുക്കും. എനിക്കൊരു നല്ല ബുദ്ധി പറഞ്ഞു തരാൻ പോലും ആരും ഇല്ലല്ലോ. ചേച്ചി, അടുത്തത്. അല്ല ഇതാര് സുഖോ? അല്ല എന്താ ചേച്ചിയുടെ മുഖം ഇങ്ങനെ വാടി തളർന്ന് കരിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നേ? ഒന്നും പറയണ്ട എന്റെ എന്നാ സുഖുവേ. പറയണ, ഞാൻ പോവാ. ഒന്നും പറയണ്ട എന്റെ സുഖുവേ. എന്നാ പറ. ഓ എടാ, ഇന്നാടാ ചൊവ്വാഴ്ച പാണ്ടി വരുന്ന ദിവസം. ആണോ? 1 മാസമായി അയാൾക്ക് കാശ് കൊടുത്തിട്ട്. ഇന്നാണെങ്കിൽ എന്റെ കയ്യിൽ 5ന്റെ പൈസ ഇല്ല. ഞാൻ എന്ത് ചെയ്യും? നീ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞോ. ചേച്ചി വിഷമിക്കണ്ട, എന്റെ തലയിൽ ഒരു ഐഡിയ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. മൈ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലേ? എന്നാ പിന്നെ നിന്റെ ഐഡിയ വേഗം ഒന്ന് പറഞ്ഞു തൊലക്ക്. ആ പറയാം. അതായത് ഈ അണ്ണാച്ചി വരുമ്പോ ചേച്ചി അകത്ത് വിളിച്ച് കേട്ടെ. ഞാൻ അത്ര കാര്യല്ലോ. എന്റെ പൊന്ന് ചേച്ചി, അതല്ല. ഈ അകത്ത് വരുന്ന അണ്ണാച്ചി, ഈ അണ്ണാച്ചിയെ ചേച്ചി കയറി പിടിക്കണം. നീ എന്നാലും എന്നെ ഇങ്ങനെയാണല്ലോ കണ്ടിരിക്കുന്നത്. എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞ അതല്ല. ഈ അണ്ണാച്ചി വരുമ്പോ ഈ അണ്ണാച്ചിയെ കയറി പിടിച്ച ചേച്ചി കിടന്ന് കാരണം എന്നെ അണ്ണാച്ചി കയറി പിടിക്കുന്നേ, എന്നെ അണ്ണാച്ചി പിടിച്ചേ, അണ്ണാച്ചി പിടിക്കുന്നേ. അപ്പൊ ഞാനെന്ത് ചെയ്യും? ഞാൻ ഓടി വരും, അണ്ണാച്ചി പിടിച്ച് പറത്തും. പിന്നെ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഈ പഠിക്കാതെ വരത്തില്ല. പഠിക്കാതെന്നല്ല, ഈ പഞ്ചായത്ത് കാലം ഊതത്തില്ല. അത് നല്ല ഐഡിയ. അതാണ് ഈ സുഖു. ചേച്ചി പേടിക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താ മതി. ഞാൻ അപ്പുറത്തുണ്ടാവും. ചെല്ല് ചെല്ല് ചെല്ല്. സുഖു ചേച്ചി, ചേച്ചി வாங்க வாங்க. അണ്ണാച്ചിയോ? കേറി വാ അണ്ണാച്ചി. എന്നാ ചേച്ചി இந்த மாதிரி எல்லாம் ചെയ്യണത്? 1 മാസമായി കാശ് തന്നിട്ട്. അത് അണ്ണാച്ചി, ചേട്ടന് പണിയൊന്നുമില്ല. കാശ് അടുത്ത ആഴ്ച തരാം. ഒന്നുമേ சொல்ல வேண்டாம், എനിക്ക് കാശ് കിട്ടണം. അല്ല, അടുത്ത ആഴ്ച ഉറപ്പായിട്ടും எப்ப തരാം. வந்தாலும் அடுத்த ஆഴ്ച தரேன், அடுத்த ஆഴ്ച தரேன்னு சொல்லாதே ചേച്ചി. അടുത്ത ആഴ്ച തരാം അണ്ണാച്ചി. തന്ന കാശ് എനിക്ക് തിരുമ്പി വേണം. അടുത്ത ആഴ്ച അത് എങ്ങനെ? சொல்லிட்டு കാര്യമില്ല, എനിക്ക് കാശ് തിരുപ്പി വേണം. എനിക്ക് ഈ ആഴ്ച കാശ് കിട്ടണം. എന്നാ ചേച്ചി ഇതെല്ലാം? അയ്യോ, ചേച്ചി, എന്താ ചേച്ചി ഇതെല്ലാം? എനിക്ക് പോകാൻ സമയം. ഇതിലെ വാ. അടുത്തേ ഇല്ല. എന്നെ ചേച്ചി കൈ പിടി ചേച്ചി. ചേച്ചി അണ്ണാ, അണ്ണാ നാളെ ചേച്ചി വിട്, ചേച്ചി പറയാ ചേച്ചി. ഒന്നും ചെയ്തിട്ടില്ല അണ്ണാ. ഈ ചേച്ചിതാണ് എന്റെ കയ്യിൽ കയറി. അടിക്കാതെ അണ്ണാ, അണ്ണാ അടിക്കാതെ അണ്ണാ. ഇത്
சுட்டுடுவேன் அண்ணா அண்ணா காப்பாத்தையா ஐயா உம்மா, என்னை முட்டு குடுறா அடா பாவி உன் தலைவரை கொண்டு வந்து சுட்டுடுவேடா நீ நாசமா போற ஐயா, காப்பாத்து ஐயா ആ ചേച്ചിയെ എങ്ങനെയുണ്ട് അണ്ണാച്ചി ഓടിയത് കണ്ടോ നീ അല്ലേലും ആളൊരു മിടുക്കനാടാ. ആ, എടുത്ത് പോ. ആ പിന്നെ ഇത് നിറച്ച് കാശാ പകുതി ചേച്ചിക്കും പകുതി എനിക്ക് എടാ സുഖു മുഴുവൻ കാശും എനിക്ക് താടാ. എന്ന് പറഞ്ഞാ എങ്ങനെയാ ഐഡിയ പറഞ്ഞ അണ്ണാച്ചി ഓടിച്ച ഞാനില്ലേ ഐഡിയ പറഞ്ഞാ നീയാണെങ്കിലേ പ്രവർത്തിച്ച ഞാനാ. എന്തായാലും എനിക്ക് പകുതി വേണം അതല്ലടാ പ്രാരാബ്ദമൊക്കെ എനിക്കല്ലേടാ. നിനക്ക് എന്ത് പ്രാരാബ്ദമുള്ളേ? കാശ് മുഴുവൻ എനിക്ക് ആരാണെന്ന് താടാ. കരുതി പൈസ എനിക്ക് വേണം ഞാനല്ലേ ഐഡിയ പറഞ്ഞ അണ്ണാച്ചി ഓടിച്ചത് ഐഡിയ നീ തന്നെ പറഞ്ഞെന്നെങ്കിലും പ്രവർത്തിച്ച ഞാനല്ലേടാ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാകുന്നത് എനിക്ക് പൈസ പൈസ വേണം. ഞാനല്ലേ പറഞ്ഞത്. പൈസ അയ്യോ, നാട്ടുകാരെ